ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ഉള്ളതെല്ലാം കയ്യിൽ പെറുക്കിക്കൊണ്ട് ഓരോ ആൾക്കാരും അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനപ്പുറത്തേക്കും അവർക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അപകടം ഇനിയും അവിടെ തങ്ങി നിൽപ്പുണ്ട് എന്നറിയാവുന്ന മനുഷ്യരാണ് അവിടെയുള്ള ഓരോരുത്തരും. ഒരു പലായനത്തിൻ്റെ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. വർഷങ്ങളായി ഇവിടെ കഴിയുന്നവർ, ഈ 10-24 കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ എല്ലാം എടുത്ത് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക എന്ന രീതിയിലേക്ക് അവർ പോകുന്നു. കിട്ടുന്ന ഒരു ശ്രമം, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു മാർഗവുമില്ല. ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ഈ മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനി കൂടുതൽ മല ഇടിഞ്ഞു വരാനുണ്ട്. അത് പിളർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ മലയുടെ വലിയൊരു ഭാഗം കൂടി താഴേക്ക് പോകുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനി ഏത് നിമിഷവും അത് വലിയ രീതിയിലേക്ക് വരും എന്നത് അവർക്കറിയാം. അതുകൊണ്ടാണ് എല്ലാം എടുത്ത് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക എന്ന രീതിയിലേക്ക് ആളുകൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ വീടൊക്കെ ഈ ഒരു പഴയ ലക്ഷം വീടുകളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള വീടുകളാണ്. ആ വീട്ടുകളിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഈ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എടുത്തുകൊണ്ട് ആ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത്. വളരെ ദൈന്യതയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനിടയിൽ ഇവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് ഗ്യാസിൻ്റെ മണം, അതായത് കുക്കിംഗ് ഗ്യാസിൻ്റെ മണം പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഏത് വീട്ടിൽ നിന്നാണെന്ന് കണ്ടെത്തുക എന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മണ്ണിടിഞ്ഞു വീണ് ചില വീടുകളുടെയൊക്കെ മുകളിലേക്ക് പൂർണ്ണമായും മണ്ണ് വന്ന് പതിച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് അടക്കം തെറിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഭാഗത്ത് വീടുകളിൽ നിന്നൊക്കെയാണോ എന്നതടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണോ താമസം? ഇവിടെയാണോ? വീട് പോയത് ഈ മണ്ണിടിഞ്ഞു വീണിരിക്കുന്നിടത്തായിരുന്നോ താമസിച്ചിരുന്നത്? രണ്ടാമത്തെ വീട് ഞങ്ങളത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും കൊച്ചിക്കായും ഉമ്മ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. കൊച്ചി ക്ലാസ്സിൽ പോയതായിരുന്നു. കൊച്ചി വരാനിരുന്ന ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. കൊച്ചി വന്നതിന് ശേഷം ഞങ്ങൾ പോയി രാത്രി തന്നെ സ്കൂളിലേക്ക് നേരിട്ട് പോയത്. 10-10:15 സംഭവം അറിയണത് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര ദൂഷാന്ന് പറഞ്ഞിട്ട് പോയി. ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഒന്നും ഇവിടെ നിന്ന് എടുത്തോണ്ടൊന്നും പോകാൻ പറ്റിയില്ല ക്യാമ്പിലേക്ക്, അല്ലേ? ക്യാമ്പിലേക്ക് രാത്രി എടുത്ത വേഷത്തിൽ പോവുകയായിരുന്നു. വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ക്യാമ്പിലേക്ക് ഒന്നും എടുത്തില്ല. കൊച്ചിന്റെ പഠിക്കാനുള്ള പുസ്തകം പോലെ അതിനകത്ത് ഒരു സാധനം എടുത്തിട്ടുണ്ടായില്ല. ഈ മണ്ണ് എപ്പോഴാണ് ഇടിയുന്നതായിട്ട് മനസ്സിലായത്? ഇള്ളൽ വന്നപ്പോഴാണ്. വില്ലേജ് ഓഫീസർവരൊക്കെ വന്നിട്ട് പറഞ്ഞു മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും മാറിയത്. ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഒരു കാണാൻ പറ്റാത്ത രീതിയിൽ അതിന് വിള്ളലുണ്ടായത്. ആദ്യം അത്ര കാര്യമാക്കിയില്ല ആരും. താഴേന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ചെറിയ വിള്ളലായിട്ട് തോന്നി. പക്ഷെ ഞങ്ങൾ മേളിൽ അങ്ങേ അറ്റം വരെ പോയി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലാവണം. അന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും പോയി. ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരും മാറിക്കോളാൻ പറഞ്ഞതാണ്. ഞങ്ങളെല്ലാവരും മാറി. പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരണ്ടേ, പിള്ളേരെ കാത്തുന്നത്. ഞങ്ങളപ്പോൾ തന്നെ പോയിട്ടുണ്ട് ഇവിടെ. എനിക്കൊരു മോളാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ബുക്കും എല്ലാം പോയി. മോളുണ്ട്. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണോ പോയത്? ക്യാമ്പിലേക്ക് പോയത്. മഴ ഉണ്ടായാലാണ് ഇത് ഇടിഞ്ഞു വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ മഴ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് ബുക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാ പോയത്. ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബുക്ക് പോലും എടുത്തിട്ടില്ല. എല്ലാ ബുക്കും അതിൻ്റെ ഉള്ളിലാ. ഇനിയൊന്നും കിട്ടൂല.
ഇത്തരത്തിൽ വലിയ കണ്ണീർ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവരുടെ വീട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗത്താണ് അവരുടെ വീടുണ്ടായിരുന്നത്. അവരുടെ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പോയിരിക്കുകയാണ്. ആ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ വന്ന് ഈ പുസ്തകമൊക്കെ എടുത്തിട്ട് പോകാം എന്ന് കരുതി പോയതാണ്. മഴയില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മണ്ണിടിഞ്ഞു വരില്ല എന്നവർ കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ആ മണ്ണ് വലിയ ശബ്ദത്തോടു കൂടി വന്ന് ഇവരുടെ വീട് പൂർണ്ണമായും ആ മണ്ണിനടിയിലായിപ്പോയി. എന്തായാലും ഭാഗ്യം കൊണ്ടവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അവരിന്നലെ രാത്രി ഈ വില്ലേജ് അധികൃതരൊക്കെ പറഞ്ഞത് കേട്ട് ഇവിടെ നിന്ന് പോയതുകൊണ്ട് അവർക്ക് ജീവൻ മാത്രം തിരിച്ചു കിട്ടി. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ആ അമ്മയും മകളും കരഞ്ഞുകൊണ്ട് പറയുന്ന ആ വാക്കുകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ശരിക്കും നമ്മളും പലപ്പോഴും പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ ആവുമ്പോൾ തന്നെ മഴ പെയ്താൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. ആ നാട്ടുകാർ ഓരോരുത്തരും വിചാരിച്ചിരുന്നതും അങ്ങനെയാണ്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും, മണ്ണിടിച്ചിലുണ്ടാകും, അങ്ങനെ കരുതിയിരുന്ന മനുഷ്യരാണ്. ആ കുട്ടിയും ആ അമ്മയൊക്കെ പറയുന്നൊരു കാര്യം അങ്ങനെയാണ്. മഴയില്ലായിരുന്നല്ലോ, മഴയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് പുസ്തകങ്ങളും എല്ലാം എടുത്ത് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇന്നലെ മഴയില്ലായിരുന്നു ആ പ്രദേശത്ത്, അതാണ് എടുത്തു പറയേണ്ടത്. മഴയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനും അപ്പുറത്തേക്കും വലിയൊരു വ്യാപ്തി ഒന്നും കൂടി കൂടിയേനെ. അതാണ് നമ്മൾക്കൊക്കെ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം. പുസ്തകങ്ങൾ പോലും ആ കുട്ടിയുടെ കയ്യിലില്ല, എല്ലാം മണ്ണിനടിയിലായി പോയിരിക്കുകയാണ്. അത്രത്തോളം സങ്കട കാഴ്ചകളാണ് അവിടെ നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ